നമസ്കാരം. വർഷങ്ങളായി വിമാന കമ്പനികൾ പ്രവാസികളെ ഊറ്റിപ്പിഴിയുകയാണ്. പ്രവാസികൾ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് ആ തക്കം നോക്കി വിമാന ടിക്കറ്റിന് വർധനവുണ്ടാക്കും. പ്രത്യേകിച്ച് ഉത്സവകാലമായ ഓണക്കാലം, പെരുന്നാൾ സീസൺ അല്ലെങ്കിൽ പരീക്ഷാക്കാലം, അവധിക്കാലം, അപ്പോഴൊക്കെയാണ് കുടുംബസമേതം പ്രവാസികൾ അധികവും നാട്ടിലേക്ക് വരുന്നതും അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും. ഈ തക്കം നോക്കിയാണ് വിമാന കമ്പനികൾ ഇവരെ കൊള്ളയടിക്കുന്നത്. സാധാരണ നിരക്കിനേക്കാൾ വളരെ കൂടുതൽ നിരക്കാണ് ആ സമയത്ത് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഗൾഫ് സെക്ടറിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണെന്ന പരാതിക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നതാകട്ടെ മലയാളികളായ പ്രവാസികളാണ്. ഇപ്പോഴിതാ വർഷാവസാനത്തിൽ വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UAE വിമാന കമ്പനികൾ വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷാവസാനം ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടാണ് ഓഫർ പ്രഖ്യാപനം. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക സെക്ടറുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് 30% വരെ വില കുറച്ചാണ് ടിക്കറ്റുകൾ വിൽക്കുന്നത്. ഡിസംബറിലെ ആദ്യത്തെ 2 ആഴ്ചകളിലും വലിയ നിരക്കാണ് ടിക്കറ്റിന് ഈടാക്കിയിരുന്നത്. 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് ദുബായ് എയർലൈനായ ഫ്ലൈ ദുബായ് പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം മാർച്ച് വരെയുള്ള യാത്രകൾക്ക് ഡിസംബർ 31 വരെ 30% ഓഫറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. മലേഷ്യയിലെ ലങ്കാവി, പെനാങ് എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക ഓഫറുകൾ. ഇതിനു പുറമെ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് ഫ്ലൈ ദുബായ് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കാൻ ഹോങ്കോങ് എയർലൈനായ കഥായ് പസഫിക്കിനും പ്രത്യേക ഡിസംബർ ഓഫറുകളുമായി രംഗത്തുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് റൺവേ ടിക്കറ്റിന് 400 ദിർഹത്തിന്റെ ഡിസ്കൗണ്ടാണ് നൽകുന്നത്. 99 ദിർഹത്തിന്റെ ടിക്കറ്റുകൾ അവതരിപ്പിച്ചാണ് അബുദാബി എയർലൈനായ വിസ് എയർ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഓഫർ നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നഗരങ്ങളിലൊന്നും പട്ടികയിലില്ല എന്നാണ് വിവരം. അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മറിച്ച് കേരളത്തിലേക്ക് ഉൾപ്പെടെ ക്രിസ്മസ് അവധിക്ക് നിരവധി പ്രവാസികൾ മടങ്ങുന്ന സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിവൃത്തികേട് കൊണ്ടാണ് പ്രവാസികൾ കൊടും വഞ്ചനയ്ക്ക് ഇരയായി യാത്ര ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഡിമാൻഡ് കൂടുമ്പോൾ വിമാന കമ്പനികൾ നിരക്ക് കുറയ്ക്കേണ്ടതാണ്. കാരണം ആ സമയത്ത് ഫുൾ ബുക്കിംഗ് കിട്ടും. അപ്പോൾ ടിക്കറ്റ് നിരക്ക് കുറച്ച് വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുമ്പോൾ മത്സരവും വരും. അങ്ങനെയാകുമ്പോൾ മത്സരിച്ച് നിരക്ക് കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ഗൾഫ് മേഖലയിലെ വിമാന കമ്പനികൾ പ്രവാസികളോട് മത്സരിച്ച് നിരക്ക് കൂട്ടുക എന്ന നയമാണ് കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്നത്. GCC രാജ്യങ്ങളിലെ പ്രവാസികൾ അടക്കമുള്ളവർ നാട്ടിലേക്കുള്ള അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ്. ഉത്സവ സീസണുകളിലും ഈ ടിക്കറ്റ് നിരക്ക് വർധന ശക്തമാണ്. വിദേശത്ത് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ടിക്കറ്റിനായി നൽകേണ്ട ഗതികേടിലാണ് പാവം പ്രവാസികൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.